മൂപ്പൻ ഇവരൊക്കെ സിജോ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് പിന്നെ ഒരു ലേഡി വ്ളോഗർ ഉണ്ടായിരുന്നു, അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു, മോളേന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു അധ്യാപകനല്ലേ സിജോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നുമില്ലേ? അധ്യാപകരെ തെറി വിളിക്കാൻ പാടില്ലേ? അധ്യാപകരെ ചീത്ത വിളിക്കാൻ ഒരു അവകാശമില്ലേ? അധ്യാപകരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക, എന്താ മൊണ്ണേഷെന്നോ മാമ്പഴമെന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി പോറെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതെ ഇരുന്ന് കേൾക്കണോ? ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാനിതൊന്നും പറയാൻ പാടില്ല. എൻ്റെ അധ്യാപന വൃത്തി, എൻ്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ അധ്യാപകനല്ലേ, അല്ലാതെ ഗാന്ധിജിയൊന്നും അല്ലല്ലോ. അടിച്ചിട്ട് തിരിച്ചതല്ല അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? തിരിച്ചു പറയാൻ തോന്നും, പറഞ്ഞു പോകും, ആരായാലും പറയും. ഗോപ്രോ റിയാക്ട് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീഡിയോ കണ്ട സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ആ സമയത്താണ് യഥാർത്ഥ ഒരു നൻപൻ്റെ മുഖം എനിക്കിവിടെ കാണാൻ പറ്റിയത്. അതായത് എല്ലാം കോംപ്രമൈസ് ആക്കി തീർത്തൊരു നൻപനെ എങ്ങനെ മറ്റൊരു നൻപനെ ഏറിൽ കയറ്റാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നൊരു വീഡിയോ ആണിതെന്ന് പറയുന്നത്. ഇതിനകത്തൊരു ലേഡി വ്ളോഗറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അധ്യാപകനാണോ സിജോ എന്നുള്ള തരത്തിൽ ചോദിച്ചെന്ന് ഒരുപാട് പേര് വീഡിയോ എനിക്ക് ഡൗട്ട് വന്നിട്ട് ഞാൻ പോയി ലേഡി വ്ളോഗേഴ്സിൻ്റെ നോക്കി. അതിനകത്തൊന്നുമില്ല. ഞാൻ ക്യാപ്ഷൻ കൊടുത്ത് ചെയ്തത് തന്നെ ഇതാണ്. അതിന് അപ്പുറത്തേക്ക് ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് പറയുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന കിടന്ന് മെഴുകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിജോയുടെ അപ്പനോ അമ്മയ്ക്കോ അനന്തു എങ്ങും പറഞ്ഞില്ല. ഇനി ഇവിടെ ഒരു ഉപദേശം കൊടുത്തു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അടി കിട്ടിയതിൻ്റെ. ആ ഉപദേശം ആരും കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നൊരു കാര്യമാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അതിനകത്ത് റിയാക്ഷൻ എല്ലാവരും എടുത്തിട്ട് ചെയ്യും. താങ്കളൊപ്പം ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരാളെ പോയി ചൊറിയാതിരിക്കാറുന്ന ഒരു സംഭവം പറഞ്ഞു. ആ ഒരു കാര്യത്തിന് ഇത്രത്തോളം എടുത്ത് ആക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു കാര്യം, ഒരു അധ്യാപകൻ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യം, സ്ത്രീകളോട് ബഹുമാനം കാണിക്കുക. ആ സ്ത്രീകളോട് ബഹുമാനം കാണിക്കാൻ കഴിയുന്നത് സ്വന്തം അമ്മയോട് ബഹുമാനമുള്ള ഒരു മകന് മറ്റൊരമ്മയോട് ബഹുമാനം കാണിക്കാൻ കഴിയും. അമ്മയ്ക്കോ അച്ഛനോ പോയി വിളിക്കുകയല്ല അയാൾ ചെയ്തിരിക്കുന്നത്, ഒരമ്മയുടെ വ്യക്തിത്വത്തെയാണ് അയാൾ ചോദ്യം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് പറഞ്ഞ വൃത്തികേടെന്ന് പറയുന്നത് ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പല തന്തയ്ക്ക് പിറന്നതാണെന്ന് പറയുന്ന സമയത്ത് ആ അമ്മയുടെ സ്വഭാവശുദ്ധിയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അത് മലയാളം സംസ്കാരം പഠിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അധ്യാപകനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് മനസ്സിലായില്ല എന്നൊരു സംഭവമാണ് അധ്യാപനം വെച്ച് ഞാൻ മുന്നോട്ട് വെച്ചത്. ഇനി മറ്റൊരാളാണെങ്കിലും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പോലും പിടിയില്ല. കാരണം അതൊരു വെളുപ്പിക്കലാണ്. ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കുറ്റവും കുറച്ചിലും പറഞ്ഞ് മാത്രം ഇരുന്ന് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പം മോളേന്നും മൊണ്ണേഷനൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും ഒരാൾ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. വീട്ടിൽ മറ്റൊരു പണിയില്ലാതിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് മോളെ എന്നൊക്കെ വിളിക്കാൻ പറ്റും. മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതായത് സിജോ അണ്ണൻ എന്താണോ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറ്റൊരു ക്ലാരിഫിക്കേഷനാണ് ഈ നൻപൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. വെറുതെ ഇരുന്ന് തിന്നുന്നവരൊന്നുമല്ല കലത്ത മോളെന്ന് പറഞ്ഞാൽ. വീട്ടിലിരുന്ന് കൃത്യമായിട്ട് പണി ചെയ്യാൻ പറ്റും ചേട്ടാ. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളതൊന്നും കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ എന്തൊക്കെ പണികൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് ആ ഒരു എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് പൈതൃകത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. അത് ഒരു വികാരത്തിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞു പോകും, സംസാരിച്ചു പോകും. അതിൽ ഞാൻ ന്യായീകരിക്കുകയല്ല, തെറ്റായതുകൊണ്ടായിരിക്കണമല്ലോ സിജോ നേരിട്ട് പോയി ഈ അനന്തു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും അനന്തുവായിട്ട് ഒരു നാച്ചുറലായിട്ട് പൈതൃകത്തെ പറയാൻ പറ്റുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ തെറ്റായി പോയെന്ന് സിജോയ്ക്ക് തോന്നിയത് കൊണ്ടാകണമല്ലോ സിജോ പോയി മാപ്പ് പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന നൻപനും തോന്നിയില്ല സിജോ എന്ന് പറയുന്ന ആ ഫ്രണ്ട് പറഞ്ഞത് തെറ്റായി പോയെന്ന്. അതായത് ചുമ്മാതിരുന്ന അപ്പനോ അമ്മയ്ക്കോ നിൻ്റെ അപ്പനടാ നിൻ്റെ അമ്മയടാന്ന് പറയുന്ന പറച്ചിലല്ല സിജോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറഞ്ഞത്. അത്രയും വിവരം പോലും ഈ നൻപന് പോലും ഇല്ല എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൃത്യമായിട്ട് അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്, ഒരു ഭാര്യയുണ്ട്. അവരൊക്കെ നാളെ അമ്മയാകാനുള്ളത് തന്നെയാണ് കൃത്യമായിട്ട്. അങ്ങനെയുള്ള സമയത്ത് ഒരു പെണ്ണിൻ്റെ ചാരിത്രശുദ്ധിയെക്കുറിച്ച് കൃത്യമായിട്ട് ഇത്തരത്തിൽ വഷളത്തരം പറയുന്നതിന്, അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു അധ്യാപകന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത്, പ്രത്യേകിച്ച് അയാൾക്ക് ഒരുപാട് സ്റ്റുഡൻസ്, ചിലപ്പം എനിക്കറിയാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടതാണ് അധ്യാപകനാണെന്ന്. അപ്പോൾ ഒരാളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കത്തില്ലേ. ആ കുട്ടികൾ തൻ്റെ അധ്യാപകൻ സംസാരിക്കുന്ന ഭാഷാരീതി ഇതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ അധ്യാപകൻ്റെ മുഖത്ത് നോക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. അതല്ലാതെ ഗാന്ധിജി ആവുന്ന അധ്യാപകനെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അധ്യാപകന്മാർ
നമ്പന്മാരായിട്ടുള്ള ആൾക്കാരും തിരിച്ച് റിപ്ലൈ കൊടുക്കും, മറുപടി കൊടുക്കും, വഴക്ക് കൂടും, ചീത്ത പറയും. ഇന്നൊന്നും അങ്ങനൊന്നും ചെയ്യില്ല എന്നൊന്നുമല്ല വ്യക്തമാക്കിയത്. പറഞ്ഞതിൻ്റെ അർത്ഥം പോലും മനസ്സിലാവാത്തൊരു വ്യക്തി. ഈ പറയുന്ന കേട്ടില്ലേ, നാച്ചുറലായിട്ട് ഈ പറയുന്ന എന്തിനെക്കുറിച്ച് പറഞ്ഞത്, പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞെന്ന്. സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ക്ഷമിക്കുമോ അതോ അവൻ്റെ കർണക്കുച്ചി അടിച്ച് തിരിക്കുമോ? ആ ഒറ്റ കാര്യം ഇതിന് അർത്ഥമായിട്ടുള്ളൂ. അപ്പം പറഞ്ഞ കാര്യങ്ങൾ സിജോയുടെ വീട്ടിലുള്ള അമ്മയ്ക്ക് പിടിച്ചില്ല, സഹോദരിക്ക് പിടിച്ചു കാണത്തില്ല, ഭാര്യയ്ക്ക് പിടിച്ചു കാണത്തില്ല. അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വന്നിരുന്ന് പറഞ്ഞതെന്ന്. ഇനി അതിനപ്പുറമുള്ളൊരു വെളുപ്പിക്കൽ സിജോ തന്നെ സിജോയുടെ ഈ ഒരു സംഭവത്തിന് ശേഷം അനന്തുവിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോയ്ക്ക് ശേഷമുള്ള ഭാഗത്തിൽ കൃത്യമായിട്ട് വെളുപ്പീര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അനന്തുവിൻ്റെ തെറ്റുകുറ്റങ്ങൾ പിന്നീട് എന്തുണ്ടോ അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അനന്തുവിനോട് മാപ്പ് പറഞ്ഞത് മനസ്സറിഞ്ഞൊന്നും അല്ലെന്ന്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് മാപ്പ് കൊടുക്കണമെന്ന് സിജോ ചെയ്ത തെറ്റുകളെല്ലാം ബാക്കിയുള്ളവർ മാപ്പ് കൊടുക്കണം. റോക്കി ചെയ്ത തെറ്റ് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണങ്ങൾ കുറേ പറയുന്നുണ്ട്. ഫിസിക്കലി കുറേ അധികം സ്ട്രഗിൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ്. ഇങ്ങനെയാണെന്നുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഒരു വികാരത്തിൻ്റെ പേരിൽ ചെയ്തു പോയതല്ലേ, ഇത്രയും ഇതായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ ഈ ഒരു നൻപനും പറയുന്നത്. ഒരു വികാരത്തിൻ്റെ പേരിൽ അങ്ങ് വിളിച്ചു പോയതല്ലേ. ആ വികാരത്തിൻ്റെ പേരിൽ എല്ലാവർക്കും എങ്കിൽ വിളിക്കാൻ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്താ റോക്കിയോട് ഈ പറയുന്ന പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറയുന്ന സമയത്ത് പോലും മാപ്പാക്കാൻ വേണ്ടി സിജോ തയ്യാറാവാതിരുന്നത്? ഇതൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരുള്ളത്. ചിലർക്ക് ചില വികാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് മക്കൾക്ക്, അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അവരുടെ അച്ഛനെയും അമ്മേനെയും വെറുതെ പോലും കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവും. അത് അങ്ങനെയുള്ള മക്കൾ കാണും. ചിലവർ പിന്നെ അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത് മറ്റൊരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്ന സമയത്ത് മനസ്സിനൊരു ആനന്ദം. അങ്ങനെ പുളകം കൊള്ളുന്ന ഒരു കൂട്ടം പിള്ളേരുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാവരും പെടണമെന്നില്ലല്ലോ. അതാണ് ചേട്ടന് പറ്റിപ്പോയ തെറ്റും ചേട്ടൻ്റെ ഫ്രണ്ടിന് പറ്റിപ്പോയ തെറ്റും. ഇപ്പം എന്തായാലും ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഇതുപോലൊരു ഫ്രണ്ട് ലോകത്തെങ്ങും കിട്ടാനില്ല. സിജോയ്ക്ക് ഇതുപോലൊരു എയർ വാങ്ങിക്കൊടുത്ത, സിജോ ചെയ്ത തെറ്റ് പോലും ഇത്ര ഏറിപ്പോയിട്ടില്ല. നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിജോ വീണ്ടും ഏറിപ്പോവും. ഇനി സിജോ മാപ്പ് പറയാനുള്ള കാരണവും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ചാനലിലായിട്ട് ഈ 2 വീഡിയോസും, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് എല്ലാം ചെയ്യുന്നത് ഒരു വീഡിയോയ്ക്കകത്ത്, മറ്റേത് റിയാക്ഷൻ വീഡിയോ. ആ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് പറയേണ്ട തെറിയെല്ലാം ഫാമിലി വ്ളോഗിൽ വന്ന് പറയുകയും സബ്സ്ക്രൈബേഴ്സ് പ്രശ്നമാകുമെന്ന് തോന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാപ്പ് പറയാതെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചാനലോ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ തെറി കേട്ടുകൊണ്ടിരിക്കും. പിന്നെ വീട്ടുകാരുടെ പ്രതികരണം ഈ ഒറ്റ കാരണമാണെന്ന് അയാളുടെ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപനം എന്നുള്ളത് തമാശകളിയല്ല, മഹാത്മാവാവേണ്ടുള്ള സംഭവമല്ല എല്ലാ അധ്യാപകരും എന്ന് പറയുന്നത്. പക്ഷേ അധ്യാപകർ കാണിക്കേണ്ട ചില ഈ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ട്. വൃത്തികേട് വന്ന് പബ്ലിക്കായി പറയില്ല, ഒരാളുടെ അമ്മയ്ക്ക് പച്ചയ്ക്ക് പറയില്ല. ഇത്രയും തരം താഴ്ന്ന വൃത്തികേട് ഒരു അധ്യാപകന് പറയാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് അധ്യാപകൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടും നല്ലൊരാളാവാൻ പറ്റാത്തത് കൊണ്ടുമായിരിക്കും. ഗ്യാപ്പുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സിജോ അനന്തുവിൻ്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എൻ്റെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അനന്തു ചിലപ്പോൾ ഹാപ്പി. വീട്ടിൽ മറ്റൊരു പണിയില്ലാതിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് മോളെ എന്നൊക്കെ വിളിക്കാൻ പറ്റും. മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതായത് സിജോ അണ്ണൻ എന്താണോ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറ്റൊരു ക്ലാരിഫിക്കേഷനാണ് ഈ നൻപൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. വെറുതെ ഇരുന്ന് തിന്നുന്നവരൊന്നുമല്ല കലത്ത മോളെന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് കൃത്യമായിട്ട് പണി ചെയ്യാൻ പറ്റും ചേട്ടാ. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളതൊന്നും കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ എന്തൊക്കെ പണികൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.